റിച്ച് ആകുന്നത് ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ആകാം. വെൽത്തി ആകുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. സെക്യൂർ ആയിട്ടിരിക്കാൻ പറയുന്നില്ല, സേഫ് ആയിട്ടിരിക്കുക. അതിനാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആൾക്കാർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. 100 രൂപ 5% റിട്ടേണിൽ 50 വർഷത്തേക്ക് കിടക്കുകയാണെങ്കിൽ 1100 രൂപ ഏകദേശം വരുന്നത്. സെയിം 100 റുപ്പീസ് ഒരു 20% റിട്ടേൺ ഉള്ളതിലാണ് കിടക്കുന്നതെങ്കിൽ 9 lakhs ആണ്. ഒരു ബെയർ ലാൻഡിൽ ഒരു പ്രോപ്പർട്ടി വരുമ്പോൾ അതിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ബെയർ ലാൻഡിനായിരിക്കും കുറച്ചുകൂടെ നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ 8th വേൾഡ് വണ്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഓരോ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ബാക്കി പല മേജർ കൺട്രീസും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തന്നപ്പോൾ ലാസ്റ്റ് ഇയർ ഇന്ത്യ സിംഗിൾ ഡിജിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതൽ പണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നഷ്ടപ്പെടാതെ? ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയാനായിട്ട് നമ്മളുടെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ റോബിൻ എബ്രഹാമാണ്. നമസ്കാരം. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മെഡിമിക്സ്. മലയാളിക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടാണോ പ്രശ്നം, അതോ വരുന്ന വരുമാനത്തെ മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ പ്രശ്നം? മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം പണ്ടേ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്വന്തമായൊരു വീട് വേണം. പലപ്പോഴും ഞാൻ പല ആൾക്കാരും പെട്ടെന്ന് പല ആൾക്കാരും ജീവിതത്തിൽ പെട്ടുപോകുന്ന, ഒരു ആവറേജ് മനുഷ്യൻ പെട്ടുപോകുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, ഒരു വീട് വെക്കും, കടമെല്ലാം കൂടെ മേടിച്ച് ഒരു വീട് വെക്കും. പിന്നെ അവൻ ഈ ലോൺ അടയ്ക്കാൻ മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഏറ്റവും നല്ല പരിപാടി സ്വന്തമായിട്ട് വീടില്ലാതിരിക്കുകയാണ്. നിങ്ങൾക്ക് 4-5 വർഷം കഴിയുമ്പോഴത്തേന് വേറെ വീട്ടിലേക്ക് മാറാം. കൂടുതൽ ഇതേ കാര്യം ഒരു സാധാരണ വീട് പണിയണമെങ്കിൽ എത്ര കോസ്റ്റ് വരും നമുക്കറിയാം. പിന്നെ അപ്പം അവിടെയാണ് ഒന്ന് സംഭവിക്കുന്നത്. പിന്നെ ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ഒരു മേജർ ഹെൽത്ത് കൺസ്ട്രെയിൻ ഒരു വീട്ടിൽ വരുവാണ്, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ വീട്ടിൽ വരുന്നു. അതിന് വേണ്ട കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ്, അതൊരു ക്യാൻസർ ആകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് ആകാം. അപ്പൊ അവിടെ നിന്നാണ് ആ ഒരു ഫാമിലിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ വളരെ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. കാര്യം എനിക്കറിയാം, സ്വന്തമായിട്ട് തോട്ടം വിട്ട് ട്രാൻസ്പ്ലാന്റേഷന് പോയ ആൾക്കാരുണ്ട്, അല്ലെ, ബ്രദേഴ്സ് എല്ലാവരും അവരുടെ പ്രോപ്പർട്ടി വിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷെ ആള് രക്ഷപ്പെട്ടില്ല. അപ്പം മനുഷ്യൻ എൻ്റെ ഞാൻ പറഞ്ഞ ആ അവയർനെസ് ഇല്ലായ്മയാണ് പലപ്പോഴും. അത് ഹെൽത്തിനെ കുറിച്ചും നേരത്തെ അവയർനെസ് ഉണ്ടായിരുന്ന ഈ സിറ്റുവേഷനിലേക്ക് വരത്തില്ലായിരുന്നു, ഹെൽത്ത് പ്രോബ്ലത്തിലേക്കും. ഒരു സാധാരണക്കാരനായ ഒരാള് വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഒന്ന് പറയാം അതിനെ കുറിച്ച്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന, എൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഇന്ന് 1.5 കോടി രൂപ വേണ്ടി വരുന്നുണ്ടാവും ഏകദേശം. അതിൻ്റെ ഇന്റീരിയറും ബാക്കിയെല്ലാം ഏറ്റവും അവിടുത്തെ ഒരു പ്രീമിയം ഒരു സ്കൈലൻഡ് അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു ആവറേജ് കൊടുക്കുന്ന റെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ 25,000 to 30,000 ആണ്. ഒരാള് 50 ലക്ഷം രൂപയായിരിക്കും നോർമലി കയ്യിലുണ്ടാകുക. ഇനീഷ്യൽ പേയ്മെന്റ് 1 കോടി രൂപ ലോൺ ആയിരിക്കും കാർ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 80,000 രൂപ ലോൺ. അപ്പം 80,000 രൂപ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 20 വർഷത്തെ ടെനൂർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 80,000 രൂപ 1 ലക്ഷം രൂപ വെച്ച് അടയ്ക്കേണ്ടി വരുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 30,000 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ബാക്കി എനിക്ക് 70,000 രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ വെറുതെ ഇറങ്ങിപ്പോയാൽ മതി. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് മുഴുവൻ വൃത്തിയാക്കുമ്പോൾ തന്നെ ഞാൻ കൊടുത്ത റെന്റൽ ഇൻകം എന്റെ ഓണർ കേൾക്കണ്ട. എന്നാലും അല്ല, പറഞ്ഞ നോർമൽ കേസിൽ എടുത്തു കഴിഞ്ഞാൽ അവർ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും വരുമ്പോഴത്തേന് ഒരു മേജർ പോർഷൻ അവർക്ക് പോകുന്നുണ്ടാവും. ഒരു റെന്റൽ ഇൻകത്തിൽ ഒരു 5% മേളിൽ റിട്ടേൺ ഇല്ല ഒന്ന്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ വരണം. ഒരു ബെയർ ലാൻഡിൽ ഒരു പ്രോപ്പർട്ടി വരുമ്പോൾ അതിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ബെയർ ലാൻഡിനായിരിക്കും കുറച്ചുകൂടെ നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്രിസിയേറ്റ് ചെയ്യുന്നത് ബെയർ ലാൻഡ് ആയിരിക്കും. ഇപ്പൊ ഒരു 15 വർഷം കഴിഞ്ഞ അപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ അപ്പാർട്ട്മെന്റിന്റെ വാല്യൂ കുറയുവാണ്. അപ്പൊ നമ്മൾ വീട് വെക്കുന്നത് ഭയങ്കര അസറ്റ് ആണെന്നും എന്ന് പറഞ്ഞ് ഇത് ആരാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ പണ്ടുതൊട്ടുള്ള കുറെ നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങളാണ്. നമ്മൾ പറയാം സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കാൻ പറയുന്നില്ല, സേഫ് ആയിട്ടിരിക്കുക. അതിനാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആൾക്കാർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ ശരിക്കും 6.6% ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇൻഫ്ലേഷൻ നോർമൽ ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫ്ലേഷനോ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷനോ, നോർമൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ 3% താഴെയാണ്. എന്നാലും ബാക്കിയുള്ള ഇൻഫ്ലേഷനിൽ ഹൈ ആണ്. അപ്പോൾ നമ്മുടെ പൈസ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുക, ചെതലരിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പൈസ 100 രൂപ എന്ന് പറയുന്നത് 100 രൂപ അല്ല, അടുത്ത തവണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതാ? എഗ് ഇൻഫ്ലേഷൻ. ഉണ്ട്. മുട്ടയുടെ വില ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഇൻഫ്ലേഷൻ കൺസ്യൂമർ ഇൻഫ്ലേഷനിലാണ് നിൽക്കുന്നത്. കാര്യം സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ്. അതിപ്പം ഓട്ടോമൊബൈലിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ ഹോസ്പിറ്റൽ ഇൻഫ്ലേഷനോ ഒക്കെ 10-15% മേളിലാണ്. അപ്പം
നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും റിട്ടേൺ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇൻഫ്ലേഷനിലെങ്കിലും ബീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു ഇമോഷണൽ കാര്യമാണ്, മലയാളിക്ക് വീട് വേണ്ട എന്നാണ് പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും അതും ആൾക്കാര് മലയാളി ജീവിക്കുന്നത് തന്നെ വീട് വെക്കാൻ വേണ്ടി, അതാണ് പറഞ്ഞത്. മലയാളി ജീവിക്കുന്ന ഒന്ന് മക്കൾക്ക് വേണ്ടി, രണ്ടാമത് ജീവിക്കുന്ന വീട് വെക്കാൻ വേണ്ടി. കാര്യം എന്നോട് എല്ലാവരും ഇപ്പൊ നമ്മള് സാറിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? പഠിച്ചിറങ്ങുമ്പോഴേ നമ്മളോട് ചോദിക്കും, ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് എറിഞ്ഞു പറഞ്ഞ ജോലി കിട്ടിയില്ലെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജോലി മേടിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കും. നമ്മൾ കല്യാണം കഴിക്കാൻ പോകും. പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ചോദിക്കും പിള്ളേരുണ്ടാകുന്നില്ല എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പിന്നെ അതിനുള്ള ശ്രമം തുടങ്ങും. ഇതെല്ലാം ചെയ്യിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയാണ്. അപ്പൊ അതേപോലെ ഒരു കോൺസെപ്റ്റ് ആണോ വീടില്ല. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചോദിച്ചു, വീട് ഞാൻ വീട് വെക്കുന്നില്ല. അല്ല, ഒരു വീട് ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ വീട് മേടിച്ച് അത് റെന്റിന് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനേക്കാളും ഇഷ്ടം പോലെ നല്ല വേറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയൊരു എന്താ പറയുക, ലിക്വിഡ് ക്യാഷ് വേണ്ട. ഇപ്പൊ കോവിഡ് സമയത്ത് എക്സാമ്പിൾ എടുത്താൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്തു. എസ്പെഷ്യലി ബിസിനസ്സുകാരെല്ലാം സ്ട്രഗിൾ ചെയ്തു. ഒന്ന് അവർ സ്വന്തം ബിസിനസ്സിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്ത്, പിന്നെ ഫിസിക്കൽ അസറ്റ്സിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്ത്. രക്ഷിച്ചതാകെ ഗോൾഡ് കയ്യിലിരുന്നതും വെച്ചൊക്കെ പണം വെച്ചൊക്കെയാണ് ആൾക്കാർ അന്ന് ലിക്വിഡ് ഫണ്ട് കണ്ടത്. ഇന്ന് എനിക്കൊന്ന് കോവിഡിന് ശേഷമാണ് ആൾക്കാർ കുറച്ചുകൂടെ ഫിസിക്കൽ അസറ്റിൽ നിന്ന് മാറി ലിക്വിഡ് അസറ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിപ്പോൾ ഒരു ന്യൂ ജനറേഷൻ എടുത്തു കഴിഞ്ഞാണല്ലോ, അവർക്ക് ആ മൈൻഡ് സെറ്റ് ഇല്ല. വീട് വേണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ താമസിക്കണം, അങ്ങനെ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ ലിക്വിഡ് അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതലും അല്ലെങ്കിൽ താല്പര്യം. ടോപ്പ് 5 അസറ്റ്സ് ഏതൊക്കെയാണെന്നുണ്ട് റോബിന്റെ പറയാമോ? അത് ഡിപ്പെൻസ്. നമ്മളിപ്പം ഓരോ മനുഷ്യന്റെ ഫിസിക്കലാണോ ഏതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാട് പോലെ ആയിരിക്കും. ഒരു വളരെ കൺസർവേറ്റീവ് ഉള്ള ആളെ സംബന്ധിച്ചാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ആയിരിക്കും നല്ലത്. കാര്യം നേരത്തെ പറഞ്ഞല്ലോ, മനസ്സമാധാനം വേണം, ബാത്റൂമിൽ പോകാൻ പറ്റണം. കാര്യം ഇത് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് ടെൻഷൻ അടിച്ച് മാർക്കറ്റ് താഴെ പോകുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുകയും, അല്ലെങ്കിൽ ക്രിപ്റ്റോയിലിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർക്ക് വീട് മേടിക്കുന്നവർക്ക് ലോൺ എടുക്കാറില്ല. കാര്യം അവർക്ക് പേടിയാണ്. ലോൺ എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഇപ്പൊ നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ ഡോക്ടറൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഹോം ലോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗുഡ് ലോണാണ്. ഇപ്പൊ പേഴ്സണൽ ലോണും ബിസിനസ് ലോണോ ബാക്കിയുള്ള അല്ലെ ഹയർ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ കമ്പാരിറ്റീവ് ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള പ്രൈസിങ് കിട്ടുന്ന ഒരു ലോണാണ് ശരിക്കും പറഞ്ഞാൽ ഹോം ലോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ പെട്ടെന്ന് അടച്ച്, എല്ലാ ആൾക്കാരുണ്ട് വെപ്രാളുണ്ട്, പെട്ടെന്ന് അടച്ചു തീർക്കുക, പയ്യെ അടച്ചു തീർത്താൽ മതി. ആ പൈസ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് വേറെ രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ലിക്വിഡ് ക്യാഷ് എടുത്താണ് നിങ്ങൾ കളയുന്നത്. ഇപ്പൊ നമുക്ക് ലിക്വിഡിറ്റി എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഒരു ഹൈ ലോങ് ടേം ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർട്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, നല്ലതാണ്. പക്ഷെ ഇപ്പൊ പ്രോപ്പർട്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു പ്രോപ്പർട്ടി, റെന്റൽ പ്രോപ്പർട്ടി മേടിക്കണ്ട. റീറ്റ്സ്, ഇൻവിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് നമുക്ക് വേണ്ടി പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ അവർ ഇൻഫോ പാർക്സ് ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മോൾസ് ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക. അതിന്റെ റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടോ, അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാം. ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് സ്റ്റോക്സ്, അത് ഇന്ത്യൻ ഗ്ലോബൽ സ്റ്റോക്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്കൊന്നൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയം ആവറേജ് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും കുറച്ചുകൂടെ ഒരു മീഡിയം റിസ്കിൽ ഒരു ഹൈ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന. നേരത്തെ പറഞ്ഞാൽ മന്ത്ലി ഒരാൾക്ക് 1000 രൂപ വെച്ചിടാം, അല്ലെങ്കിൽ 100 രൂപ വെച്ച് വേണമെങ്കിൽ ഇടാം. ടു എനി എമൗണ്ട് ഇട്ടുകൊണ്ട് അവരുടെ പ്ലാനിങ്സ് എല്ലാം ചെയ്യാം. അവരുടെ പിള്ളേരുടെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ചിന്തിക്കാവുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു 30% എപ്പോഴും ഫിക്സഡ് അസറ്റ്സിൽ ഉള്ളത് നല്ലതാണ്. എല്ലാം 30% എങ്കിലും ഒരു 1/3 പോർഷൻ ലൈക്ക് FD, PPF, അതേപോലുള്ള ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. ഡെറ്റ് ഫണ്ട്സ്, സെക്യൂർഡ് NCDs, നോട്ട് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അങ്ങനെയുള്ള കുറെ അസറ്റ്സ് ഉണ്ട്. ഡിഫറെന്റ് മാർക്കറ്റ് ലിങ്ക് ഡിബഞ്ചർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഒരു അസറ്റ് ക്ലാസ്സസ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഈ അസറ്റ് ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് 30% എങ്കിലും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജീവിക്കേണ്ട എമൗണ്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആയിരിക്കണം ചിന്തിക്കണം. ബാക്കി 70% നമുക്ക് ഹൈ റിസ്കിൽ പോകാം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്ലോബൽ ഒരു പ്രശ്നം വന്നു, ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ സ്ട്രോങ് ആയാലും അപ്പം ബാക്കി അസറ്റ്സ് എല്ലാം താഴെ പോകും. പ്രോപ്പർട്ടി താഴെ പോവും, സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോവും, ക്രിപ്റ്റോ താഴെ പോവും. ആകെ മെറ്റൽസ് മാത്രമായിരിക്കും ആ സമയത്ത് കയറുന്നുണ്ടാവുക, സിൽവറും ഗോൾഡും. പക്ഷെ അപ്പോൾ നമുക്കപ്പോൾ സേഫ് ഹെവനായിട്ട് കുറച്ചൊരു 4-5 വർഷം നമ്മളെ നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഫിക്സഡ് അസറ്റ് ആയിരിക്കും നമുക്ക്. ഫിക്സഡ് തന്നെയാണ്. അല്ല, ഗോൾഡും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പക്ഷെ ഗോൾഡ് സാധാരണ ഒരു സേഫ് ഹെവൻ എന്നാണ് പറയുന്നത്. കാര്യം ഗ്ലോബലി പ്രശ്നം അല്ല, എന്ത് പ്രശ്നത്തിന് അഗെയിൻസ്റ്റ് സേഫായിട്ട് ഹോൾഡ് ചെയ്ത ആൾക്കാർ വെക്കുന്ന മെറ്റൽസ് ആണ്. അതിന്
ഇപ്പം വേൾഡ് ഓവർ എടുക്കുവാണെങ്കിൽ 70-ന് മേളിൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ടെൻഷൻസ്. ഇപ്പം നമുക്ക് റഷ്യ യുക്രൈൻ നടക്കുന്നു, ഇറാൻ US ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷനുണ്ട്, നമ്മുടെ ഇന്ത്യ ചൈന ഉണ്ട്, അല്ലെ നമ്മുടെ ഇങ്ങനത്തെ ടെൻഷൻസ് എടുക്കുവാണെങ്കിൽ വേൾഡ് ഓവർ. അതാണ് ഇന്ന് മെറ്റൽസ് ഇത്രയും കയറുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പം നമ്മൾ ചോദിക്കുക സിൽവർ കയറുന്നതിൻ്റെ ഇതാണെന്ന് ചോദിച്ചാൽ അല്ല. സിൽവർ മാനുഫാക്ചറിങ് പർപ്പസിന് ഒത്തിരി യൂസേജ് ഉണ്ട്. സോളാർ തൊട്ട് നമ്മുടെ ഫോണ്, എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എടുത്താലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് എടുത്താലും അത് സിൽവർ അതിനകത്തൊരു പാർട്ടാണ്. അതുകൊണ്ടാണ് സിൽവറിന് വില കൂടുന്നത്. സിൽവറിന്റെ ഡിമാൻഡ് അതാണ് കൂടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് നമ്മൾ ഇപ്പം ഇച്ചിരി അബ്നോർമലാണ്. കാര്യം നമ്മൾ നമ്മുടെ ആൾക്കാർ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ആൾക്കാരുടെ ലാഭം കേൾക്കുമ്പോഴത്തേനാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈയിലായിരിക്കും സാധാരണ പോയി. ഇപ്പൊ സിൽവർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹൈയിൽ നിന്ന് കുറെ കറക്റ്റ് ചെയ്തു. സിൽവർ ലോങ് ടേം ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഗോൾഡും. നേരത്തെ ഈ ലോൺ അടയ്ക്കുന്ന കാര്യം, ഹോം ലോണിന്റെ കാര്യം റോബിൻ പറഞ്ഞപ്പോൾ, ലോൺ അതിന്റെ ടൈം വെച്ച് അടച്ചാൽ എന്നാണ് റോബിൻ പറഞ്ഞത്. പക്ഷേ ഈ റീൽസിൽ വരുന്ന ചില സ്റ്റോക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു വർഷം ഒരു ലോൺ കയറ്റി മുൻകൂർ അടയ്ക്കുന്നത് പെട്ടെന്ന് അടച്ചു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും എന്ന് പറയുന്നത്, അത് ശരിയാണോ? ഇപ്പൊ ലോണിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എടുക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ക്യാപിറ്റലിനാണ്. ആ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു 7% ഇപ്പോഴത്തെ രീതിയിലൊരു സിബിൽ സ്കോർ നല്ലൊരാളാണെങ്കിൽ 7.2, 7.3% ഹോം ലോൺ കിട്ടുന്നുണ്ടാവും. ഒരു 10%, 12% റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അവിടെ, അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്കുള്ള കാശിനെ അതിപ്പോ 100 rupees ആയിരിക്കാം, 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, എത്ര എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, പൈസ പലരും പല രീതിയിലാണ് കാണുന്നത്. 1 ലക്ഷം രൂപ കടമുള്ള ആൾ ആത്മഹത്യ ചെയ്യുന്നു, 10,000 കോടി കടമുള്ള ആൾ ആത്മഹത്യ ചെയ്യുന്നില്ല. UK പോകുന്നു. UK, അത് ഞാൻ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡിപ്പെൻസ്. അതാ പറഞ്ഞത്, ഇത് അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ പറഞ്ഞാലും ഇതൊരു മെന്റാലിറ്റിയാണ്. ഫിനാൻഷ്യൽ ഇത് ഒരു റിസ്ക് എടുക്കാൻ പറ്റിയവരുണ്ട്, ചില ആൾക്കാർ വളരെ ലോ പ്രൊഫൈൽ ആയിരിക്കാം, അവരെ സംബന്ധിച്ച് താങ്ങത്തില്ല. അല്ലെ, ഇപ്പൊ എനിക്കൊരു എമൗണ്ടിൽ ലോൺ ഉണ്ട്. ആ എമൗണ്ടിൽ ലോൺ ഒരു മാസം ഒരു 30,000 ആണ് തിരിച്ചടക്കേണ്ടത്. അപ്പോ എനിക്ക് ഒരു 50,000 എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ 30,000 ലോൺ അടച്ചിട്ട് ബാക്കി 20,000 എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ട്. അപ്പോ റോബിൻ ചേട്ടൻ പറയുന്നത് ആ 50,000 ഒരുമിച്ച് അടച്ച ലോൺ ക്ലോസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ 30,000 ലോണിലേക്ക് അടച്ച 20,000 സേവിങ്ങിന് വേണ്ടി വെക്കുന്നതാണ് എന്നാണ്. ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ്, ഇപ്പൊ നിഫ്റ്റി ഇൻഡെക്സ്, അതാണ് ഇപ്പൊ ഒരു എടുക്കുവാണെങ്കിൽ ഒരു ആവറേജ് 15% ഒരു 50 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ 1 year നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുന്ന ഒരു 20 years അല്ലെങ്കിൽ 15 years പീരീഡിലേക്കായിരിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ സജഷൻ പറയുകയാണെങ്കിൽ, ഒരു 30,000 ലോണിലേക്ക് പോവുകയും 20,000 ഒരു മ്യൂച്വൽ ഫണ്ട്, അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആകാം, അതിന്റെ കൂട്ടത്തിൽ സിൽവറും ഗോൾഡും കൂടെ കോമ്പിനേഷൻ ആകാം, ഒരു ഗ്ലോബൽ കോമ്പിനേഷനും കൂടെ ഉള്ള ഒരു 10-15% മെറ്റൽസ്, ഒരു 25% ഗ്ലോബൽ പ്ലസ് ഒരു 60% ഇന്ത്യൻ ഇക്വിറ്റി ഉള്ള ഒരു കോമ്പിനേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എങ്ങനെ ചില ഒരു ആവറേജ് 12% മേളിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് 32,000 രൂപ കിട്ടുന്നതെന്ന് വെച്ചോളൂ, 2,000 രൂപ അഡീഷണൽ ഉണ്ട്. ഈ 2,000 രൂപ ഡോക്ടർ നേരെ ഗോൾഡിലേക്ക് ഇട്ടാൽ മതി. 5 വർഷം 10 വർഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 1 വർഷം ഉണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല, 2 വർഷം ഉണ്ടെങ്കിൽ പറയരുത്, അല്ല നമ്മുടെ സമയമുണ്ടെങ്കിൽ ലോൺ ഫാസ്റ്റ് അടച്ചു തീർക്കുന്നതിന് പകരം ആ എക്സ്ട്രാ ഉള്ള എമൗണ്ട് സേവിങ്സിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മള് FD ഇട്ടിട്ട് കാര്യമില്ല. FD നമ്മൾ 6.6% കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 7% കിട്ടുന്നുള്ളൂ. അപ്പൊ അവിടെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഹയർ റിട്ടേൺ കിട്ടുന്ന അസറ്റിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ശരിക്കും 20 വർഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ലോകത്തിലെ 8th വേൾഡ് വണ്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ എപ്പോഴും ഇപ്പൊ സ്കൂളിലുള്ള 100 രൂപ 5% റിട്ടേണിൽ 50 വർഷത്തേക്ക് കിടക്കുകയാണെങ്കിൽ 1,100 രൂപ ഏകദേശം വരുന്നത്. സെയിം 100 rupees 20% ആണ് റിട്ടേൺ എങ്കിൽ എത്രയായിരിക്കും എന്ന് ഏകദേശം ഒന്ന് പറയാമോ? 9 ലക്ഷം രൂപയാണ്. സെയിം 100 rupees ഒരു 20% റിട്ടേൺ ഉള്ളതിലാണ് കിടക്കുന്നതെങ്കിൽ 9 lakhs ആണ്. അപ്പൊ ആൾക്കാർ വെൽത്തി ആകുന്നത്, റിച്ച് ആകുന്നത് ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ആകാം, വെൽത്തി ആകുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം അത് എങ്ങനെ അപ്പം നമ്മൾ നോക്കിയാൽ പണ്ട് നമ്മൾ കാശുള്ള കേരളത്തിലെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഞങ്ങളുടെ കോട്ടയത്ത് എടുക്കുകയാണെങ്കിൽ
പ്രോപ്പർട്ടി ഉള്ളവരായിരുന്നു. പ്രോപ്പർട്ടി ഉള്ളവരായിരുന്നു. ഇന്ന് പ്രോപ്പർട്ടി ഉള്ളവരല്ല. ഇന്ന് പ്രോപ്പർട്ടി ഉള്ളവരല്ല. പക്ഷെ അത് കഴിഞ്ഞ് കാലഘട്ടം എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉള്ളവര് നല്ല, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒരു MRF എന്ന് പറഞ്ഞ ഷെയർ, ഇപ്പൊ MRFന്റെ ഷെയറിന് 2001 500 രൂപയായിരുന്നു വില. ഇന്ന് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട്. അപ്പം MRFൽ വർക്ക് ചെയ്യുന്നതായിരുന്നു നല്ലത്, MRFന്റെ ഷെയർ മേടിച്ചു വെക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ മേടിച്ചു വെക്കുന്നത്. അതേപോലെ തന്നെ ഇല്ലാതായിപ്പോയ കമ്പനികളും ഉണ്ട്. ഞാൻ പറയുമ്പോൾ യൂണിടെക് എന്ന് പറഞ്ഞ ഒരു യൂണിനോർ എന്നൊക്കെ പറഞ്ഞ് 550 രൂപ കിടന്ന ഷെയറാണ്, ഇന്നിപ്പോ 1 രൂപ 2 രൂപയാണ് അതിന്റെ വില. അപ്പം അവിടെയാണ് നമ്മൾ ഇത് എങ്ങനെ പിക്ക് ചെയ്യുന്നു ഏതാണ് എന്നുള്ള. ഇപ്പൊ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോൾഡും സിൽവറും അല്ലാതെ റോബിൻ വേറെ ഏത് മെറ്റലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ അടുത്തൊരു ഹൈ ഡിമാൻഡിലേക്ക് വരാൻ സാധ്യതയുള്ളൊന്ന് കോപ്പറാണ്. കാര്യം കോപ്പർ എന്ന് വെച്ചാൽ ഒന്നീ ഇപ്പോഴത്തെ ഇപ്പൊ AI റിലേറ്റഡ് പ്രോഡക്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോഡക്ട്സിനെല്ലാം ഹൈ എനർജി വേണ്ട പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ കോപ്പറിന്റെ യൂസേജ് കൂടുന്നുണ്ടാവും. അപ്പം കോപ്പർ ആയിരിക്കും ഒരു നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഒന്ന് നമുക്ക് ഒരു ചിന്തയിൽ ഈ മെറ്റൽസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അലുമിനിയം, പക്ഷേ ഇതുപോലെ കോപ്പറും അലുമിനിയം ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഇപ്പം സിൽവർ മേടിക്കുന്ന പോലെ സിൽവർ ETF ആയിട്ടോ അല്ലെങ്കിൽ സിൽവർ മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ മേടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഡയറക്റ്റ് ഷെയർസ് അതിന് മൈനിങ്ങിന്റെ കമ്പനികളിൽ മേടിക്കാം, റിലേറ്റഡ് കമ്പനികൾ മേടിക്കാം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. പിന്നെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ അത് ഓരോ കോൺട്രാക്ട് ആണ്. പക്ഷെ അത് ഹൈ റിസ്ക് ഇതാണ്. നമ്മൾ ഒരു മാർജിൻ വെച്ചിട്ടാണ് നമ്മളവിടെ ബൈ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഒത്തിരി ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു അഡ്വൈസ് എന്ന നിലയിൽ ഈ വീഡിയോയ്ക്കകത്ത് ഈ കോപ്പറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമോ? ഒരു ഡയറക്റ്റ് ഞാൻ നമ്മൾ ആ രീതിയിൽ അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡിമാൻഡ് അനുസരിച്ച് കോപ്പർ കയറേണ്ടതാണ്. ഡോക്ടർ ചോദിച്ചിരുന്നു ഈ ബെയർ ലാൻഡും പിന്നെ അതിനകത്തൊരു വീടുണ്ടെങ്കിൽ അതിന് വില കുറയുന്നുള്ളത്. അതെന്താണ് അങ്ങനെ? അതിന്റെ അതൊരു പുതിയ അറിവാണല്ലോ. നോർമലി കാര്യം നമ്മളിപ്പോ ഒരു സാധനം കാണുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ ബെയർ ലാൻഡ് ആണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള സാധനത്തെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. മറ്റേത് നമ്മളൊരു സ്ട്രക്ചറാണ് കാണുന്നത്. ഒരു ഡീസൻറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അത് നമ്മൾ ഡിമോളിഷ് ചെയ്യത്തില്ല. കാര്യം ഇത്രയും. പക്ഷെ ഇതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി നോർമൽ വീട് പണിയുന്നതിനേക്കാളും കൂടുതൽ ചെലവാകുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഫർദർ ആയിട്ട് അതിനകത്തൊരു നമ്മൾ വിൽക്കാൻ നേരത്ത് അവർക്കൊരു താമസക്കാർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കോൺസെപ്റ്റിലുള്ള ഒരു വീട്ടുകാർക്ക് അവിടെ വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ടൈപ്പ് ഓഫ് വീടല്ലെങ്കിൽ ഞാനത് ബൈ ചെയ്യണമെന്നില്ല. പക്ഷെ അതേസമയം ഒരു ബെയർ പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിലായിട്ട് ചിന്തിക്കാം, മേടിക്കാം. എപ്പോൾ കുറച്ചുകൂടെ സെയിലബിൾ ആണ്, ഈസി സെയിലബിൾ ആണ്. ഒരു സ്ട്രക്ചർ ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ എടുക്കുവാണെങ്കിൽ ബെയർ ലാൻഡ് ആണ് ഈസി സെയിലബിൾ. ഇപ്പൊ ഒരു ഇപ്പം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയെക്കാളും നല്ല കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കും. റെന്റൽ ഇൻകം കൂടുതലാണ്, സ്ട്രക്ചറിന്റെ കോസ്റ്റ് കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സെയിം ഫിസിക്കൽ അസറ്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. കുറച്ച് കൂടുതൽ പണമായി റോബിൻ എബ്രഹാമിന്റെ അടുത്ത് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ പണം ഒരു പ്രശ്നമാണല്ലോ. ഈ പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കഥ പറയാമോ? എനിക്കത് മിക്കവാറും ആൾക്കാരെ സംബന്ധിച്ച് നേരിടുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന് കാശില്ലായ്മ, ഒന്ന് ഒത്തിരി കാശ്. ഒത്തിരി കാശുള്ള ഒരാളെ സംബന്ധിച്ച് നോർമലി ഈ ഹാർഡ് ഏൺ മണി പലപ്പോഴും ആൾക്കാർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നറിയത്തില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ല. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ ആൾക്കാർക്ക് കാണത്തുള്ളൂ. അപ്പം അവിടെയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആദ്യത്തെ ക്ലയന്റിനെ കുറിച്ച് തന്നെ പറയാം. അത് മെഡിക്കൽ കോളേജിലെ കോട്ടയത്തെ ഡോക്ടറായിരുന്നു, ഹെഡ് ചെയ്ത ഡോക്ടറാണ്. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി, 90s. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു എക്സസ് ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം. അന്ന് ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 60s എബോവ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ചിലരുടെ നമ്മൾ സാധാരണ 60s ആൾക്കാർ ചിന്തിക്കുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഇൻകത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് ആപ്പിറ്റൈറ്റ് ഡിഫറെന്റ് ആയിരുന്നു. എങ്ങനെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള സജഷനുമായിട്ടായിരുന്നു എൻ്റെ അടുത്ത് ആദ്യം വന്നത്. എനിക്ക് തോന്നുന്നു ഒരു 25-30 വർഷക്കാലത്തോളം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദർ തൊട്ടെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കേറ്റർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ പല രീതിയിൽ നമ്മൾ വിചാരിക്കും കാശ്, എനിക്ക് തോന്നുന്നു കാശ് കൂടുതലിൻ്റെ പ്രശ്നമാണെന്ന് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്നത്, കുറവിൻ്റെ അല്ല. ഈ ഡോക്ടറാണ് റോബിൻ എബ്രഹാമിന്റെ ആദ്യത്തെ ക്ലയന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്തു?
അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറച്ചൊക്കെ അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഫിനാൻഷ്യൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. കാര്യം റിസ്ക് ആപ്പിറ്റേറ്റ് ഉണ്ട്, ഒരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് എത്ര കിട്ടും, ഞാൻ ഇട്ടാൽ എത്ര പെർസെൻറ്റേജ് കിട്ടും, അതാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷെ നമ്മളിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ അല്ലെങ്കിൽ മെറ്റൽസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കിട്ടാം, എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കുറയാം. ആ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടും അവരെ ഇൻവെസ്റ്റ്മെന്റിലേക്ക്, ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ആ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എളുപ്പമായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട് ഓരോ അസറ്റ്സിനെ കുറിച്ചും, മ്യൂച്വൽ ഫണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ അതേപോലത്തെ റിലേറ്റഡ് അസറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനും. കയ്യിൽ